വാസുദേവി തിരോഗോപയോഗിച്ചിട്ടുള്ള വ്യാസമായിരിക്കും ജ്ഞാനം ചെയ്തം. ഭഗവാൻ വാസുദേവനെ ഭക്തി സേവനം ചെയ്യുന്നതുകൊണ്ട് ഒരു വ്യക്തിക്ക് അഹൈതുകമായ വൈരാഗ്യവും ഭഗവത് ജ്ഞാനവും കൈവരുന്നു. സുഖദേവ ഗോസ്വാമി പരീക്ഷത്തിനോട് പറയുന്നു, ഭക്തിയോഗത്തിന്റെ പ്രാധാന്യം. ഒരു ഭക്തന് അനിവാര്യമായിട്ട് രണ്ട് ഗുണങ്ങളാണ് വൈരാഗ്യവും ജ്ഞാനവും. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനവും അത് നേടിയെടുക്കുവാനുള്ള വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറയുന്നത് അത് ചെയ്യുന്നവരെ ഇടപെടാതെ പരിശ്രമിച്ച് അത് നേടുക എന്നുള്ളതാണ് വൈരാഗ്യം. ശ്രീ ഗോസ്വാമി ഭക്തിരസാമൃതസിന്റെ ഭക്തിയുടെ സേവനത്തിന്റെ 64 കലകളെ കുറിച്ച് വർണ്ണിക്കുന്നത് അതില് 5 പ്രധാനപ്പെട്ട അവയവങ്ങൾ, ലിങ്സ്. There is a 5 links of devotional service. നമുക്ക് 5 പഞ്ചേന്ദ്രിയങ്ങളുള്ള പോലെ തന്നെ ഭക്തിയുടെ സേവനത്തിൽ 5 ഇന്ദ്രിയങ്ങൾ, പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങൾ. അതാണ് അതായത് പഞ്ചാംഗ ഭക്തി. എന്താണ് പഞ്ചാംഗ ഭക്തി? 5 തരത്തിലുള്ള അംഗങ്ങൾ. ഒന്ന് വിഗ്രഹ സേവ, രണ്ടാമത് ധാമസേവ, മൂന്നാമത് ഭാഗവത സേവ, നാലാമത് വൈഷ്ണവ സേവ, അഞ്ചാമത് നാമസേവ. ഈ 5 സേവനങ്ങളാണ് ഈ പഞ്ചാംഗ ഭക്തി എന്ന് പറയും. 64 ഈ 5 വളരെ പ്രധാനപ്പെട്ടതാണ്. 64 പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതെല്ലാം വായിച്ച് ചെയ്ത് ഓർമ്മത്തിൽ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ സാധ്യമല്ല. അതിൽ പ്രധാനപ്പെട്ട 5 വിഷയങ്ങളാണ് സ്വാമി പറഞ്ഞത്. അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന് വിഗ്രഹ സേവ. വിഗ്രഹ സേവ എല്ലാ ഗൃഹസ്ഥനും അതുപോലെ തന്നെ എല്ലാ ബ്രഹ്മചാരികളും സന്യാസികളും ചെയ്യുന്നതാണ്. സന്യാസികളും ബ്രഹ്മചാരികളും ക്ഷേത്രത്തിൽ ചെയ്യും, ഗൃഹസ്ഥന്മാര് വീട്ടിൽ ചെയ്യും. അപ്പോൾ എല്ലാ ഗൃഹസ്ഥന്മാരും വീട്ടിൽ വിഗ്രഹ ആരാധന ചെയ്യണം. വിഗ്രഹ ആരാധന ചെയ്യണമെന്ന് പറഞ്ഞാൽ നാളെ തന്നെ പോയിട്ട് വിഗ്രഹമാണ് ചെയ്യേണ്ട, ദീക്ഷയെടുത്തും ചെയ്യണം. അപ്പൊ ദീക്ഷിതർക്ക് വിഗ്രഹ ആരാധന ചെയ്യാം. അപ്പൊ അതിനെ കുറിച്ച് അപ്പോ ആദ്യമായിട്ട് എന്താണ് വിഗ്രഹ സേവ? വിഗ്രഹ സേവ എന്ന് പറയുന്നത് ഭഗവാനെ വിഗ്രഹ രൂപത്തിൽ വീട്ടിൽ പൂജിച്ച് സേവിക്കുന്നതാണ്. അപ്പോ എല്ലാവർക്കും ഒരു കേന്ദ്ര ബിന്ദുവായി മാറും വിഗ്രഹം. ആ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു കേന്ദ്ര ഉത്സവത്തേക്ക് അവരുടെ എല്ലാം മനസ്സും ഭഗവാനിൽ അർപ്പിക്കാനായിട്ട് ആ സേവനം അവർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോ ഒരിക്കൽ ശ്രീരംഗത്ത് രാമാനുജാചാര്യർ ഭഗവാൻ എഴുന്നള്ളത്ത് വരുന്ന സമയത്ത് അവിടെ ഭഗവാനെ ശിവേലി കൊണ്ടുവരും. ഭക്തന്മാര് പല്ലക്കിലെടുത്തുകൊണ്ടുവരും. അങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ധനുദ്ധർ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ ഒരു അതീവ സുന്ദരിയായിട്ടുള്ള ആ കൂട്ടത്തിലുള്ള ഒരു സുന്ദരിനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ രാമാനുജർ ചോദിച്ചു, എന്താണ് ആ സുന്ദരിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോ ആ ധനുദ്ധർ പറഞ്ഞു, ഇത്രയും സുന്ദരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ലോകത്തിലെ ഏറ്റവും സൗന്ദര്യം എന്ന് പറയുന്നത് അതൊരു ഭക്തിയാണ്, ഭഗവാനെ ദർശിക്കാൻ വന്ന ഭക്തിയാണ്. അപ്പൊ രാമാനുജർ പറഞ്ഞു,
ഇതിനേക്കാൾ ഒരു സുന്ദരമായിട്ടുള്ള ഒരു വ്യക്തിനെ കാണിച്ചെന്നാൽ നിനക്കെന്ത് സംഭവിക്കും? അവൾ ഗണത്തിൽ പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഞാൻ ഈ കണ്ടത് ഈ സുന്ദരിയാണ് ഞാൻ കണ്ടത്. അപ്പൊ രാമാനന്ദർ പറഞ്ഞു ശരി, ഞാൻ എന്നെ അതീവ സുന്ദരനെ കാണിച്ചു തരാൻ പറഞ്ഞ് രംഗനാഥ സ്വാമിയുടെ കൊണ്ടുപോയി. അവിടെ ഭഗവാന്റെ പണ്ടത്തെ ക്ഷേത്രങ്ങള് ലൈറ്റൊന്നും ഇല്ലല്ലോ. അവിടെ ദീപം കാണിച്ചാണ് പാദം, നാഭി, തിരുമുഖമൊക്കെ കാണിക്കുക. ഇപ്പോഴും നമ്മള് തമിഴ്നാട്ട് അമ്പലത്തിൽ പോയാല് പൂജാരിയും ഒരു വലിയ ദീപം വെച്ചിട്ടുണ്ടാവും. അത് ആദ്യം പാദത്തിൽ കാണിക്കും, പിന്നെ അങ്ങ് ഓരോ വർണ്ണങ്ങൾ ചെയ്ത് മുഖത്തിൽ കൊണ്ടു കാണിക്കും. അതുപോലെ രംഗനാഥ സ്വാമിയുടെ ദർശനം കാണിച്ചു കൊടുത്തു ധനുർദർശനം. അപ്പൊ ഇങ്ങനെ പാദം കാണിച്ച് പാദത്തിന്റെ സൗന്ദര്യം വർണ്ണിച്ചു കൊടുത്തു. നാഭികമലം മറ്റെല്ലാം കാണിച്ചു കൊടുത്തു. ഭഗവാന്റെ ആ നാഭിക സൗന്ദര്യം, ഇടുപ്പിന്റെ സൗന്ദര്യം ഭഗവാന്റെ. പിന്നെ അങ്ങനെ മാറിയുടെ ഭാഗം, പിന്നെ ഭഗവാന്റെ തിരുമുഖം കാണിച്ചു. ഇതെല്ലാം ഇങ്ങനെ കാണിച്ച് വർണ്ണിച്ച് വന്നപ്പോഴേക്കും ആ ഭക്തൻ തോന്നി ആ സ്ത്രീക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു? ഇയാൾ വലിയ പരമഭക്തനായി രംഗനാഥ സ്വാമിയുടെ. എന്നിട്ട് രാമാനുജരോട് ചോദിച്ചു, ഇപ്പൊ ആരാണ് സൗന്ദര്യം? ഈ കണ്ടതിൽ ഏറ്റവും സൗന്ദര്യം മാറ്റമാണ്. എന്താ സംശയം? രംഗനാഥർക്ക് തന്നെയാണല്ലോ. അപ്പൊ പറഞ്ഞു, നീ ഇനി ആ സുന്ദരി കല്യാണം കഴിച്ചോളൂ. ഞാൻ കല്യാണം കഴിച്ചു ചോദിച്ചു. അവരൊരു സന്യാസിയെ പോലെ ജീവിച്ചു രണ്ടുപേരും. ആ സ്ത്രീ ഒട്ടും മോശമല്ല, അവരും പരമഭക്തിയാണ്. അവർ കുഞ്ഞുങ്ങളെ ഉണ്ടായില്ല. അവർ രണ്ടുപേരും കൂടെ രംഗനാഥെ സേവിച്ചു, അറിയപ്പെട്ട ഭക്തരായി മാറി. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, നമ്മള് വിഗ്രഹത്തിനെ സൗന്ദര്യം ആസ്വദിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കാണുന്ന സാധാരണ മനുഷ്യന്മാരുടെ സൗന്ദര്യം കണ്ടിട്ട് അതിനെ പ്രകീർത്തിച്ച് കീർത്തനങ്ങൾ എഴുതാറുണ്ട്. എത്രയോ സിനിമ ഗാനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവരാരും ഭഗവാന്റെ ഭംഗി ആസ്വദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഗോപികള് വൃന്ദാവനത്തില് മറ്റു ഗോപികളോട് പറയാറുണ്ട്, നിങ്ങൾ വൃന്ദാവനത്തേക്ക് വരരുത്. നിങ്ങൾ വൃന്ദാവനത്തേക്ക് വന്നാൽ ഒരിക്കലും കേശിഘാട്ടിലേക്ക് വരരുത്. അഥവാ നിങ്ങൾ കേശിഘാട്ടിൽ വന്നാലും അവിടെ ഗോവിന്ദനെ ദർശിക്കരുത്. അവൻ ഭയങ്കര കള്ളനാണ്. ബോധക്കുഴൽ വിളിച്ച് എല്ലാ ഗോപികളെയും വിസ്മയിപ്പിച്ചാവാണ്. നിങ്ങൾ വന്ന പെടും അവിടെ. ആ ഗോവിന്ദന്റെ സൗന്ദര്യം കണ്ടാൽ പിന്നെ നിങ്ങള് ഒരിക്കലും തന്നെ ഒരാളെ സ്നേഹിക്കില്ല. അത്രയും സൗന്ദര്യമാണെന്ന് വൃന്ദാവന ഗോപികൾ പറയാറുണ്ട്. അപ്പോ ഭഗവാന്റെ സൗന്ദര്യം കാണാത്ത ആൾക്കാർ, അതിനെ മനസ്സിലാക്കാത്തവരാണ് ഈ ലോകം എത്ര സുന്ദരമാണ്. ഭഗവാന്റെ വിഗ്രഹത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ ഭൂമിയിലുള്ള എന്താ പറയാ മറ്റ് പ്രകൃതി സൗന്ദര്യങ്ങളും മറ്റെല്ലാം ആസ്വദിച്ച് ഇത് മനോഹരം തന്നെയാണ്. പക്ഷെ ഭഗവാന്റെ സൃഷ്ടിയായതുകൊണ്ടാണ് ഇത്രയും മനോഹരമാകും അല്ലെ? ഈ പ്രപഞ്ചം ആരുടെ സൃഷ്ടിയാണ്? ഭഗവാന്റെ. അപ്പൊ ഈ സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിന് ഇത്രയും സൗന്ദര്യമുണ്ടെങ്കിൽ, ആ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട വ്യക്തികൾക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെങ്കിൽ, ആ സൃഷ്ടാവിന് എത്ര സൗന്ദര്യം ഉണ്ടാവുന്നതാണ്. വേദം ദ്വനന്തം അരവിന്ദ ദളായതാക്ഷം പ്രഭാവതം സംസിതാംബുത സുന്ദരാംഗം. സുന്ദരനാണ് ഏറ്റവും സുന്ദരനാണ് കൃഷ്ണൻ. കന്ദർപ്പകോടി കമനീയനുസരിച്ച് എത്ര ഒരു കാമദേവനല്ല, കോടാനുകൂടി കാമദേവന്മാർ ഒത്തൊരുമിച്ച് വന്നാൽ ഇത്ര പ്രഭ ഇത്ര സൗന്ദര്യം ആർക്കുണ്ടാവില്ല. ഗോവിന്ദമാലി പുരുഷൻ സമാനമല്ല. അത്രയും സൗന്ദര്യവാനാണ് ആരാണ്? ഗോവിന്ദൻ എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. കാരണം ബ്രഹ്മാവ് എന്തുകൊണ്ടായി പറയുന്നത്? ഭഗവാൻ നേരിട്ട് കണ്ട ആളാണ്, നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പൊ നേരിട്ട് കണ്ട ആള് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണം. അപ്പൊ ബ്രഹ്മസംഹിതയിലെ ഭഗവാന്റെ സൗന്ദര്യം വർണ്ണിക്കുമ്പോ അത് കണ്ട വ്യക്തിയാണ് ഈ പറയുന്നത്. ഇപ്പോ പലപ്പോഴും നമ്മൾ ഭഗവാന്റെ ചിത്രം വരച്ച് കാണാറുണ്ട്. ഹരേ കൃഷ്ണ, എല്ലാവരും ഉറങ്ങുന്നുണ്ടോ? ഭജന പാടണോ? കഴിഞ്ഞ ക്ലാസ് ഒന്നുകൂടി എടുത്ത് എല്ലാവരും ഉറക്കം പോകും. എന്താ വേണ്ടത്? ഭഗവാന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്.
എത്ര സുന്ദരമാണ് ഈ ചിത്രങ്ങളല്ലേ. ഭഗവാന്റെ ചിത്രം കണ്ടുവൻ ഒരു ഭക്തൻ വരച്ച് ഇസ്കോന്റെ പിക്ചേഴ്സ് ഒക്കെ ലൈവാണ്. കണ്ട നമുക്കൊന്ന് സങ്കല്പിക്കാൻ നമുക്കൊരു മനോഹരമായിട്ടുള്ള കൃഷ്ണൻ. അപ്പോ ഒരു വ്യക്തിനെ കുറിച്ച് ഒരു വ്യക്തി ചിത്രം വരച്ചു. എല്ലാവരും ശ്രദ്ധിക്കണം. ഹരേ കൃഷ്ണ. ഒരു വ്യക്തിനെ, ഒരു നല്ല സുന്ദരനായ ഒരു വ്യക്തിനെ കുറിച്ച് ഒരാൾ ചിത്രം വരച്ചു. കേൾക്കണം. ചിത്രം വരച്ചു. എന്നിട്ട് അത് ഫ്രെയിം ചെയ്തു. ഇയാൾ ഒരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്തു. രണ്ടിൽ ഏതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവാം? ഫോട്ടോ ആണ് വരച്ചാണ്. ഫോട്ടോ ആണ് കുറച്ചുകൂടെ. കാരണം ഒറിജിനാലിറ്റി എവിടെയാണ്? വരച്ചാള് ഒരു 90% വരയ്ക്കാണ്. അപ്പൊ ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ഭഗവാന്റെ ചിത്രം എത്ര ഭംഗിയാണ്, ഭഗവാൻ എത്ര ഭംഗിയായിരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഭഗവാന്റെ സൗന്ദര്യം. അപ്പൊ ഭഗവാനെ വരച്ചത് വേദങ്ങളിൽ പറഞ്ഞ ആ വിവരണങ്ങൾ വെച്ച് വരച്ചത് ഇത്രയും ഭംഗിയുണ്ടെങ്കിൽ ഭഗവാൻ എത്ര ഭംഗിയായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ വിഗ്രഹത്തിനെ നല്ല സൗന്ദര്യം ആസ്വദിക്കാൻ. അപ്പൊ വിഗ്രഹ സേവ ചെയ്യുമ്പോഴും ഒരു വ്യക്തി ഭഗവാനോട് മനസ്സുകൊണ്ട് അടുക്കും. പിന്നെ അതുകൊണ്ടാണ് വിഗ്രഹ സേവ പറയുന്നത്. രണ്ടാമത്തെ ധാമസേവ. ധാമത്തില് പോകുമ്പോ നമുക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഭക്തി കൂടാൻ കാരണം? ഭഗവാന്റെ പ്രസൻസ് ഉള്ള സ്ഥലമാണ് ധാമം. ഞാൻ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം പ്രോപ്പർ എന്താ ചെയ്തതെന്ന് നമുക്ക് പറയാം. ഈ 5 ലെൻസും ഈ 5 അംഗങ്ങളും ഭഗവാൻ എങ്ങനെയാണ് നമുക്ക് പ്രോപ്പർ നമുക്ക് എങ്ങനെ തന്നിട്ട് ഞാൻ പറയാം. ഇപ്പൊ ധാമസേവ, അതായത് നമ്മളിപ്പോ ഒരു കുക്കറിൽ ഒരു വസ്തു പാചകം ചെയ്യുമ്പോ സാധാരണ പാചകം ചെയ്യുന്നതിന്റെ മറ്റ് 10 മിനിറ്റാണെങ്കിൽ 1 മിനിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 5 മിനിറ്റ് ഉണ്ടാവും ഫാസ്റ്റ് ആയിട്ട്. നമ്മളിവിടെ പാലക്കാട് കിടന്ന് കറങ്ങുകയാണെങ്കിൽ ഒരു ജന്മം എടുത്താൽ വരാത്ത ഭക്തി ഉണ്ടാകേണ്ട ഒരു വർഷത്തിൽ വരും ചിലപ്പോ. കാരണം അത് കുക്കർ പോലെയാണ്, ടപ്പെന്ന് ഭക്തി വരും. ധാമങ്ങളെല്ലാം അങ്ങനെ ഭഗവാന്റെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രധാന ഒരു ജന്മത്തിൽ വരാത്ത ഭക്തി ഒരു ജന്മത്തിൽ വരും. കാരണം അതൊരു കുക്കർ പോലെയാണ്. ഏത് ധാമങ്ങള്, വൃന്ദാവന ധാമം, പൂരി ധാമം, ദ്വാരകാട്, ഇതൊക്കെ അങ്ങനെ ഒരു ഭയങ്കര ഫാസ്റ്റ് ഡെവലപ്മെന്റ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യാത്ര പോകാൻ പറയുന്നത് ധാമങ്ങളുണ്ട്. കാരണം അവിടെ പോകുന്നതോടും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉയർച്ചയ്ക്ക് വരും. അപ്പോ ഓരോ ധാമത്തിലുള്ള പൂഴികളും ചിന്താമണി കല്ലുവാണ്. അത്ര ധാമത്തില് ഓരോ മൺപൂഴികളും ചിന്താമണി കല്ലാണ്. അവിടുത്തെ ഓരോ ദൃശ്യങ്ങളും കൽപ്പകൽക്കളാണ്. അങ്ങനെയാണ് അത്ര കാണുന്നത്. നമ്മൾ പ്രത്യേകിച്ചും വിവിധാമങ്ങൾ പോകുമ്പോൾ നമ്മളൊരു സാധാരണ നന്നായിട്ടോ ഒരു സസ്യങ്ങളായിട്ടോ കാണാൻ പാടില്ല. അത് കൽപ്പകൽക്കളായിട്ടും ചിന്താമണി കല്ലുകളായിട്ടും കാണാൻ നമുക്ക് വീക്ഷണം ഉണ്ടാവണം, കാഴ്ചപ്പാടുണ്ടാവണം. അപ്പോ ധാമത്തിൽ പോയ 3 കാര്യം ചെയ്യണം. ഒന്ന് ദർശനം, സ്ഥലം കാണുക, ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലം ദർശനം. രണ്ടാമത് ഹിയറിംഗ്, കേൾക്കുക. മൂന്നാമത് റിയലൈസേഷൻ, കേട്ട കാര്യങ്ങൾ സാക്ഷാത്കരിക്കുക. ഈ 3 കാര്യങ്ങളാണ് ധാം യാത്രയിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ്? കാണുക എന്ന് പറഞ്ഞാൽ സൈറ്റ് സീയിങ് അല്ല. അവിടെ നല്ല കുളം, നല്ല കാട്, അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അവിടെ പോകുമ്പോ ഈ ഒരിക്കൽ കാഞ്ചീപുരത്ത് രാധാനാഥൻ മഹാരാജ് അവിടെ വരദരാജ പെരുമാൾ ദർശനത്തിന് കൊണ്ടുവന്നിരുന്ന ഭക്തന്മാര്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഡാം യാത്രയ്ക്ക് പോകുന്നവർക്ക് ഇൻസ്ട്രക്ഷനാണ് ഇത് വരുന്നത്. ഡാം യാത്രയ്ക്ക് പോകുന്ന ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കേൾപ്പിക്കണം. അപ്പോ രാധാനാഥൻ മഹാരാജ് ഒരിക്കൽ കാഞ്ചീപുരത്തിലേക്ക് തന്റെ ശിഷ്യന്മാരെ കൊണ്ടുവന്നിരുന്നു.
അപ്പൊ ആദ്യം ദർശനം എടുത്തിട്ട് എല്ലാവരും വന്ന് പ്രഭാഷണത്തിലിരുന്നു. അപ്പൊ മഹാരാജ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. 1 മണിക്കൂർ 1.5 മണിക്കൂർ ആരാണ് വരദരാജ പെരുമാൾ, എന്താണ് അതിന്റെ സ്ഥലപുരാണം, എങ്ങനെയൊക്കെയാണ് ഭക്തന്മാരോട് ഭഗവാൻ ആ സ്നേഹവാത്സല്യം കാണിക്കും, ഇതൊക്കെ കേട്ടതിന് ശേഷം എല്ലാവരും വീണ്ടും പോയി വീഴുന്നു 4-5 തവണ. കാരണം ആദ്യം പോയി കണ്ടപ്പോ ആ കണ്ടേ അവർ വന്നു. പിന്നെയാണ് മഹാരാജ ക്ലാസ് കേട്ടതിന് ശേഷം ആ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങിയതും. പിന്നെ എല്ലാ ഭക്തരും 3-4 തവണ ദർശനം പോയത്രേ. അപ്പോഴാണ് പറയുന്നത് you should see after hearing. അപ്പോഴാണ് മനസ്സിലായത് ഈ ധാമത്തിലൊക്കെ ഹിയറിംഗ് എത്ര എഫക്റ്റീവ് ആണ്. കേൾക്കാതെ ദർശനമെത്ത സൈറ്റ് സീയിങ് ആണ്, കേട്ടിട്ട് ദർശനമെത്ത ദർശനമാണ്. അതുകൊണ്ട് നമ്മൾ ധാമയാത്രയുള്ള ക്ലാസ് നഷ്ടമെന്ന് പറയുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല, അത് ചെയ്യണമെന്നാണ് പറയുന്നു. അപ്പോ അങ്ങനെ ഭക്തന്മാരെല്ലാം അപ്പോഴാണ് എൻലൈറ്റൻമെന്റ് കിട്ടുക. നമുക്ക് ഭഗവാനെ ഓരോ അംഗങ്ങളും കണ്ട് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് വിതരണം കേൾക്കണം. ആരാണ് വരദരാജ്? അപ്പോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിയറിംഗ് ഇൻ ഹോളി ഡാംസ്. അപ്പൊ കാഴ്ചയ്ക്ക് ദർശനത്തിന് എഫക്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് തിരിച്ച് അതേപോലെ വരും. പിന്നെ റിയലൈസേഷൻ. ഒരിക്കൽ ജഗന്നാഥദാസ് ബാബാജി മഹാരാജ് വൃന്ദാവനത്തില് ഒരു സ്വീപ്പർ എന്നുവെച്ചാൽ ഒരു തൂത്തുവാരുന്ന ഒരു അമ്മയെന്ന് ഒരു റൊട്ടി വാങ്ങിച്ചു കഴിച്ചു. അപ്പൊ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ മഹാഭക്തനുണ്ട്, ബാബാജിയാണ്, നിങ്ങളൊരു തൂക്കുകാരിന്ന് ഒരു പ്രസാദം വാങ്ങിച്ച് കഴിക്കേണ്ട ആളാണ്, ഞങ്ങളോട് ചോദിച്ച് ഞങ്ങൾ തെറ്റായിരുന്നു എന്ന് പറഞ്ഞപ്പോ ജഗന്നാഥ് ബാബാസ്മാർ എന്താ പറയുന്നത്? ഷീസ് എ സ്വീപ്പർ ഇൻ ധാമത്തിൽ തൂത്തുവാരുന്നത് നിസ്സാരമല്ല, അവർ ജനിച്ചവർക്ക് സേവനം ചെയ്യാണ്. ഷീസ് എ പരമഭക്ത. കേട്ടത് ദിസ് ഈസ് കോൾഡ് റിയലൈസേഷൻ. നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോ അവിടെ കാണുന്ന ഭിക്ഷക്കാരെന്ന് കാണാൻ പാടില്ല. അവിടുത്തെ സാധാരണക്കാരെ അവർ എത്ര വർഷമായിട്ടാണ് ജീവിക്കുന്നത്. നമുക്കൊരു 10 ദിവസം കഴിക്കാനുള്ള ഭാഗ്യമില്ല, അപ്പോഴേക്കും ട്രെയിൻ വരുന്നിച്ചു. സോ ഈ റിയലൈസേഷൻ എന്നുള്ളത് സോ ഡിഫറെന്റ്. ജ്ഞാനക്കൊണ്ടുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അതേപോലെ പൈസ എനിക്ക് ഞാൻ പോയിട്ട് വരും, പോയിക്കോളൂ, പോയ പോലെ തന്നെ തിരിച്ചു വരും, ഒരു മാറ്റവും ഇല്ലാതെ. സോ നമ്മൾ ധാമയാത്ര പോകുമ്പോ അതിന്റെ പർപ്പസ് എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ്? പൈസ തന്നെ നിങ്ങൾ ഊട്ടിക്ക് വെക്കോളൂ, കൊടൈക്കനാൽ വെക്കോളൂ, എന്തിനാ ധാമത്തിലേക്ക് പോകുന്നത്? ധാമത്തിൽ പോകുന്ന പർപ്പസ് പറയണം. ദർശൻ, ഹിയറിംഗ്, റിയലൈസേഷൻ. ഈ 3 നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധാമത്തിൽ പോകേണ്ടത്. ഓക്കെ, അപ്പൊ ബാബാജി മഹാരാജ് എന്താ പറഞ്ഞത്? ഷീസ് എ സ്വീപ്പർ ഇൻ ധാം. ഷീസ് മോർ ക്വാളിഫൈഡ് ദാൻ എ കളക്ടർ ഇൻ ദി ഔട്ട് ഓഫ് ധാം. ഒരു ബ്രാഹ്മൺ ഇൻ ദി ഔട്ട് ഓഫ് ധാം. ധാമത്തിന്റെ വെളിയിലെ ബ്രാഹ്മണനേക്കാളും ശ്രേഷ്ഠമാണ് ഈ തൂക്കുകാരി. കാരണം ധാമത്തിൽ എന്ത് സേവനമാണ്. നമ്മൾ പറയുന്ന പോലെ ചെറുതും വലുതുമല്ല സേവനത്തില്. എവറി സർവീസ് ഇസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതെപ്പോഴും ഭക്തന്മാർ മനസ്സിൽ മറക്കരുത്. വൈറ്റ് കോളർ സേവനം മാത്രം എന്ന് പറഞ്ഞാൽ ഗോൺ, നമ്മുടെ മനസ്സിൽ പോയി, നമുക്ക് ഒരിക്കലും സേവനം ചെയ്യാൻ പറ്റില്ല. സോ സേവനങ്ങളിൽ വ്യത്യാസം കാണാൻ പാടില്ല. സേവനങ്ങളിൽ ഉയർന്നത് താഴ്ന്നെന്ന് ചിന്തിക്കാൻ പാടില്ല. അവർ ഭക്തരാവാൻ യാതൊരു ചാൻസ് ഉണ്ടാവില്ല. എത്ര ജന്മം ഭക്തി സേവനം ചെയ്താലും വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കുന്നത്. ഒരിക്കലും ഉയർച്ച മനസ്സുകൊണ്ട് ഉയരണം. മനസ്സുകൊണ്ട് ഉയരാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പൊ മനസ്സിലായ ദാം സേവ. ധാമത്തിന് എങ്ങനെ കാണേണ്ടത്, ധാമത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ധാമം എന്ന് പറഞ്ഞാൽ ബലരാമനാണ്. സോ ഇതാണ് ധാമസേവ. പിന്നെ ഭാഗവത സേവ. 3ാമത് ഭാഗവതത്തിന് എങ്ങനെ സേവിക്കേണ്ടത്? നിത്യം ഭാഗവത സേവയ ഭഗവത് ഉത്തമ ശ്ലോകെ ഭക്തി ഭക്തി. അത് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒരു സൂര്യപ്രകാശം പോലെയാണ്. അല്ലെ?
നിഗമകൽപതരോഗരിതം ഫലം സുഖമുഖാത് അമൃതദ്രവ്യ സംയുതം വിപദ ഭാഗവതം രസമാലയം. ഭാഗവം എന്ന് പറഞ്ഞാൽ എല്ലാ ഭക്തിരസങ്ങളുടെയും ആലയമാണ്. അപ്പോ എന്താണ് ഈ ലൈറ്റ്? എന്താണ് ഈ ഭാഗവതം പറഞ്ഞ എന്താ? സൂര്യപ്രകാശം എന്ന് പറയുന്നത് അതായത് അന്ധകാരത്തിൽ നീക്കാനുള്ള സൂര്യപ്രകാശമാണ്. എന്താണ് അന്ധകാരം? അജ്ഞാനമാവുന്ന അന്ധകാരം. നമുക്ക് അജ്ഞാനമാണ് ഇരുട്ട്, നമ്മുടെ മനസ്സിൽ അജ്ഞാനമാണ്. ഈ അജ്ഞാനം പോവാൻ വേണ്ടിയാണ് ഭാഗവതം വായിക്കേണ്ടത്. ഈ ഭാഗവത്തിൽ ആദ്യത്തെ അജ്ഞാനം എന്താണ്? ആദ്യത്തെ അജ്ഞാനം എന്താണ്? ഐ ആം ദ ബോഡി, ഞാൻ ശരീരമാണ് എന്ന് പറയുന്ന അജ്ഞാനം ആദ്യത്തെ അജ്ഞാനം. അത് മാറണം ആദ്യം. ഭാഗവതം വായിക്കുമ്പോ ഞാൻ ശരീരമല്ല എന്ന് തീരുമാനിക്കണം. ഓക്കെ, സോ അത് അജ്ഞാനമാവുന്ന ഇരുട്ടിനെ മാറ്റുന്നതാണ് ഭാഗവത പ്രകാശം. ശ്രീനിവാസ ആചാര്യർ ഒരിക്കൽ ഭാഗവതം വായിക്കണമെന്ന് ആഗ്രഹിച്ചു. ആരാണ്? ശ്രീനിവാസാചാര്യർ ഭാഗവതം വായിക്കാൻ ആഗ്രഹിച്ചു. താൻ വലിയ പണ്ഡിതനാണ്. ശ്രീനിവാസാചാര്യർ സാധാരണ ആളല്ല. സ്വന്തം ഇരുന്ന് ഭാഗവതം വായിച്ചാൽ മനസ്സിലാവാത്തതൊന്നുമല്ല. പക്ഷേ ഇതാണ് മാതൃക. നമുക്ക് കാണിച്ചു തരാണ് മാതൃക. എത്ര വലിയ പണ്ഡിതനായാലും ഒരിക്കലും ഒറ്റയ്ക്ക് ഭാഗവതം വായിക്കരുത്. ഹരേ കൃഷ്ണ. ഉറങ്ങുന്നവർക്കൊക്കെ കഥ പറഞ്ഞ ഉറങ്ങുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ ശ്രീനിവാസാചാര്യർ എന്ത് ചെയ്തു? എനിക്കൊരു ഭക്തനിൽ നിന്ന് കേൾക്കണം. കാരണം ഭാഗവതം എപ്പോഴും ഭക്തനിൽ നിന്ന് കേൾക്കേണ്ടതാണ്, അല്ല സ്വന്തം വായിക്കേണ്ടതല്ല. അപ്പൊ ശ്രീനിവാസാചാര്യർ ആചാര്യനായിട്ടും പണ്ഡിതനായിട്ടും പോലും എനിക്ക് മഹാപ്രഭുവിനെ കേൾക്കണം. കാരണം മഹാപ്രഭു ഭാഗവതം പറഞ്ഞ എന്ത് രസമായിരിക്കല്ലേ എന്ന് വിചാരിച്ച് എവിടെ നവദ്വീപിൽ നിന്ന് എവിടേക്ക് പോയി? പൂരിക്ക് പോയി നടന്നിട്ട്. പക്ഷെ അവിടെ പോകുമ്പോഴേക്കും നിരാശ എന്താണ്? മഹാപ്രഭു ഭൂമി വിട്ട് പോയിരിക്കണം, അപ്രത്യക്ഷമായിരിക്കണം. ഭയങ്കര വിഷമായി. അയ്യോ, ഇനി ഞാൻ ആരെന്ന് ഭാഗവതം കേൾക്കും. ഉടനെ മഹാപ്രഭു അന്ന് സ്വപ്നത്തിൽ പറയാനാണ്, നിനക്ക് ഭാഗവതം ഗദാധര പണ്ഡിറ്റ് കേൾക്കാം. ഗദാധര പണ്ഡിറ്റ് നിനക്ക് ഭാഗവതം പറഞ്ഞത് നീ പറ്റോ? ആ, സന്തോഷമായി. അപ്പൊ നേരെ ഗദാധര പണ്ഡിറ്റിന്റെ അടുത്ത് പോയി. ഗദാധര പണ്ഡിറ്റ് ആരാണ്? ശ്രീമതി രാധാറാണിയുടെ അവതാരാണ്. അപ്പോ ഗദാധര പണ്ഡിറ്റിനെ അന്വേഷിച്ചു പോകുമ്പോ ഗദാധര പണ്ഡിറ്റ് പറയാണ്, മഹാപ്രഭു ഭാഗവതം പറഞ്ഞ് ഞാൻ ഭാഗവതം പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നു. ധാരധാരയായി കണ്ണുനീരുന്നില്ല. ഭാഗവതം എല്ലാം മാഞ്ഞുപോയി. അന്നൊക്കെ എഴുതിയിട്ടാണ് പേന കൊണ്ട് ഭാഗവതം വായിക്കാൻ. കാരണം ഭാഗവതത്തിൽ ഓരോ പേജും കണ്ണുനീരൊന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അത് ഗതാഗതം മാഞ്ഞുപോയി. ഓരോ പേജും വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യും. ഒരു പുതിയ കോപ്പി സംഘടിപ്പിച്ചിട്ടോ ഭാഗവതം വായിക്കാന്. അപ്പോ ഗതാഗത പണ്ഡിറ്റ് പറഞ്ഞപ്പോഴും ശ്രീനിവാസാചാര്യ ഞാൻ ഒരു കോപ്പി സംഘടിപ്പിച്ചിട്ട് അങ്ങനെ നവദ്വീപും. അന്ന് നവദ്വീപായിരുന്നു പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രം. അപ്പൊ ഭാഗവതം അവിടെ പോയി തപ്പി പിടിച്ച് ഒരു കോപ്പി വാങ്ങിച്ച് കൊണ്ടുവരുമ്പോഴേക്ക് എന്താണ്? ഗതാഗത പണ്ഡിറ്റ് ഭൂമി വിട്ടുപോയി. വിഷമം. എന്നെപ്പോലെ ഒരു ദൗർഭാഗ്യശാലിയുണ്ടോ? ഞാൻ എവിടെ പോയാലും എനിക്ക് ഭാഗവതം കേൾക്കാൻ ഭാഗ്യമുണ്ട്. എന്നിട്ട് അവസാനം ഗതാഗത പണ്ഡിറ്റ് സ്വപ്നത്തിൽ പറയാണ്, രൂപസനാതന വൃന്ദാവനത്തിലുണ്ട് പോയിട്ടോ. ഒരു അസലായി പറയും. ഇപ്പൊ നേരെ വൃന്ദാവനത്തിൽ പോവാളും വൃന്ദാവനത്തിൽ പോയിട്ട് എവിടെ സനാതൻ രൂപസനാതൻ അന്വേഷിക്കുമ്പോ അവിടെ പോലോ എത്ര നല്ല സങ്കടം ഉണ്ടാവും. അവിടെ നിന്ന് കരയാണ്. അപ്പൊ രൂപസനാതൻ സ്വപ്നത്തിൽ എന്ന് പറയാണ്, ജീവപ്രസാദ് വൃന്ദാവനത്തിലുണ്ട്, നീ പോയിട്ടോ. രാധാരാമൻജി ക്ഷേത്രത്തിലുണ്ട്, പോയിട്ട് അവിടെ നിന്ന് ഭാഗവതം കേൾക്കും. നീ തയ്ച്ച ജീവപ്രസാദ് പോയാലോ എന്ന് നേരെ ഓടിപ്പോയി ജീവപ്രസാദ് ഉണ്ടാവും. ജീവപ്രസാദ് പറഞ്ഞു, ഇത്രമാത്രം കഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ജീവപ്രസാദ് ശരി, ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു
അവിടെ ശ്രീനിവാസാചാര്യർക്കും ശ്യാമാനന്ദ പണ്ഡിറ്റിനും നരോത്തം ദാസ് 3 പേർക്കും ഭാഗവതം പറഞ്ഞു കൊടുത്തു. അങ്ങനെ 10 അതായത് ജീവഗോസ്വാമിയാണ് ഇപ്പൊ നമ്മുടെ സദ്ഗോസ്വാമികൾ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യാലിറ്റിയാണ്. അതിൽ ഒരു സ്പെഷ്യാലിറ്റിയാണ് ആർക്കുള്ളത്? ജീവഗോസ്വാമി ഭാഗവതം എക്സ്പെർട്ട് ആണ്. ജീവഗോസ്വാമി ഭാഗവതം ക്ലാസ് എടുക്കുമ്പോ മഹാപ്രഭു പോയിട്ട് കേൾക്കും. ആലോചിച്ച് നോക്കി എത്ര വലിയ ഭാഗവത പണ്ഡിറ്റായി. അപ്പൊ മഹാപ്രഭു അതുകൊണ്ട് എന്തെയ്തു? ശരിയായ ആളുടെ എത്തിച്ചു അല്ലെ. മഹാപ്രഭു ചെയ്തതാണ്. ഭഗവാൻ മഹാപ്രഭു തന്നെ ജീവഗോസ്വാമിയുടെ ഭാവതങ്ങൾക്ക് ആസ്വദിക്കുന്ന ആളാണ്. അതുകൊണ്ട് ജീവഗോസ്വാമി കൃത്യമായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു അങ്ങനെ ഭാഗവതം കേൾക്കുക. അപ്പൊ ഭാഗവതം സേവ പറഞ്ഞ എന്താണ്? ഭാഗവത ഭക്തന്മാരും കേൾക്കണം. അതാണ് ഭഗവത് സേവ. അപ്പോ ഭാഗവതം കേൾക്കലാണ് സേവ. ഭാഗവതം കേട്ട് മനസ്സിലാക്കലാണ് സേവ. ആ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തലാണ് സേവ. 4ാമത് എന്താണ്? വൈഷ്ണവ സേവ. ആദ്യ പുരാണത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട്, എന്റെ ഭക്തന്മാരൊന്നും എന്റെ ഭക്തന്മാരല്ല, എന്റെ ഭക്തന്മാരുടെ ഭക്തന്മാരാണ് എന്റെ ഭക്തന്മാരെന്ന് പറയുന്നത്. പാർവതി ദേവി ഭഗവാനോട് ചോദിച്ചപ്പോൾ മഹാദേവൻ എന്താ പറഞ്ഞത്? വിഷ്ണു ആരാധന സർവേഷാം വിഷ്ണു ആരാധന ഫലം തസ്മാത് പരതരം ദേവി തൊഴിയാനാം സമർച്ചനം. ദേവി ഭഗവാന്റെ ആരാധന, വിഷ്ണു ആരാധന ഏറ്റവും പ്രധാനം. പക്ഷെ അതിനേക്കാൾ പ്രധാനം എന്താണ്? ഭക്തന്മാരുടെ കൂടെ സേവിക്കലാണ് അത്ര വലിയ സേവനം. തുതിയാനാം സമർച്ചനം. ഈ സേവിക്കുകയാണെങ്കിൽ ദാസന്റെ ദാസനായിട്ട് ആ ഭക്തന്മാരിൽ കൂടെ സേവിക്കൂ. അതാണ് വലിയ സേവനം. അല്ലാതെ ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭക്തന്മാരുടെ കൂടെ സേവിച്ചാൽ മാത്രമേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ. നേരിട്ട് പോയാൽ, ഇപ്പൊ നിങ്ങൾ നേരിട്ട് പോയിട്ട് ഒരു മാനേജർ എടുത്ത് 1 കോടി രൂപ കൊടുത്താൽ അവരെന്ത് പറയും? ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് നേരെ ക്യാഷിന് വിളിച്ച് കൊടുക്കാൻ പറയും. ആണത് ക്യാഷിന് കൂടെ വേണം അങ്ങോട്ട് വരാൻ. അല്ല നേരിട്ട് മാനേജർ വാങ്ങില്ല, പൈസ വാങ്ങില്ല. ഭഗവാൻ നേരിട്ട് നമ്മുടെ ആരാധന സ്വീകരിക്കുക. ത്രൂ പ്രോപ്പർ ചാനൽ ക്യാഷിന് കൊടുക്കുക. അയാള് എണ്ണിട്ട് അയാള് അക്കൗണ്ട് ഇടുമ്പോ സാങ്ഷൻ ചെയ്യും ആള് മാനേജർ. അപ്പോ ഒരു സേവനം ഭഗവാൻ നേരിട്ട് സ്വീകരിക്കുക. ഭഗവാൻ എപ്പോഴും പ്രോപ്പർ ചാനൽ കൂടെയാണ്. അപ്പൊ തൊഴിയാനാം സമർച്ചനം. ഭക്തന്മാരുടെ കൂടെ ചെയ്യുന്ന സേവനം മാത്രമേ ഭഗവാൻ സ്വീകരിക്കുള്ളൂ. കാഞ്ചിപൂർണ നമ്മൾ കേട്ടിട്ടുണ്ട്. കാഞ്ചിപുരത്ത് വരദരാജ പെരുമാളെ സേവിക്കുന്ന ഭക്തനായിരുന്നു. അപ്പൊ ഓരോ ദിവസം ഓരോ ഭക്തന്മാർ പറയും, എനിക്കെപ്പോ വൈകുന്നോ പോകാൻ പറ്റും, എനിക്കെപ്പോ മുക്തി കിട്ടും, ഈ ജന്മത്തിൽ കിട്ടുമെന്നൊക്കെ. അപ്പൊ ഓരോ ആൾക്കാരും പറയുമ്പോ അതിനെന്താ ഇപ്പോ ഞാൻ ചോദിച്ചിട്ട് വരാമല്ലോ. കാരണം ഭഗവാൻ നേരിട്ട് സംസാരിക്കുന്ന ആളാണ്. ഭഗവാനും നേരിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പൊ നേരെ പോയിട്ട് ഇന്ന് ചോദിച്ചിട്ട് അപ്പൊ ഓരോരുത്തരും ഇയാള് പറഞ്ഞു ഇന്ന വീട്ടില് ഇന്ന ഡോർ നമ്പർ ഇന്ന ആള് ഇന്ന കാര്യം പറഞ്ഞു. അപ്പൊ ഭഗവാന് മറുപടി പറയും. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോ അവർ ചോദിക്കുമ്പോ മറുപടി പറയും. എപ്പോ മുക്തി കിട്ടും പറഞ്ഞാൽ നിനക്ക് ഈ ജന്മത്തിൽ കിട്ടും. ഭഗവാൻ പറഞ്ഞിരിക്കല്ലേ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഇയാൾ കൊടുക്കും തോന്നി, ഞാൻ എല്ലാവരുടെ കാര്യം നാട്ടുകാരുടെ കാര്യമൊക്കെ ഞാൻ ഭഗവാനോട് ചോദിക്കും, എന്റെ കാര്യം ചോദിച്ചില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്ന്. അപ്പൊ ഭഗവാനോട് വിശദി കൊടുക്കുമ്പോ ചോദിക്കാണ്, നാട്ടുകാരുടെ കാര്യമല്ല ഞാൻ ചോദിച്ചിട്ട് പറയില്ല, പക്ഷെ എന്റെ കാര്യം എന്താ? അപ്പൊ വരദരാജ പെരുമാളോട് എനിക്കറിയില്ല. നാട്ടുകാരുടെ കാര്യമൊക്കെ അറിഞ്ഞ ഭഗവാൻ എന്റെ കാര്യം അറിയില്ലേ? പറഞ്ഞു, നിനക്ക് മുക്തി എപ്പോ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട്? നീ ഇതുവരെ ഭഗവാൻ ഭക്തന്മാരെ സേവിച്ചില്ല. നീ എന്നെ മാത്രമേ വിശദി കൊടുത്തിട്ട് എന്നെ സോപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പണി എനിക്കിഷ്ടമില്ല. നീ എന്റെ ഭക്തന്മാരെ സേവിക്കണം. അപ്പൊ അവിടെ ഇട്ടിട്ട് പോയി. അപ്പൊ ഭഗവാന്റെ സേവനം അവിടെ ഇട്ടിട്ട് പോയി. വിശദിക്ക് അവിടെ ഇട്ടിട്ട് ഒന്നും മിണ്ടാണ്ട് പോയി. വരാന്നോ വരില്ല എന്ന് പറയാതെ മിണ്ടാതെ ഇറങ്ങിപ്പോയി. അപ്പൊ ഭഗവാൻ വിചാരിച്ചു നന്നാവണമെങ്കിൽ നന്നാവട്ടെ. അപ്പൊ ഈ കാഞ്ചിപുരം നേരെ പോയത് മഹാപൂർണ വീട്ടിൽ പോയിട്ട് 6 വേഷത്തിൽ പോയിട്ട്. കാരണം കാഞ്ചിപൂർണ പോയിട്ട് ഒരു വീട്ടിൽ ജോലി ചോദിച്ചാൽ ആരെയും തരുമോ? ഭഗവാന്റെ ദാസനക്ക്
പേടിയാവും. കാരണം ഭഗവാനെ നേരിട്ട് വിശദീകരിച്ച് കൊടുക്കാൻ സംസാരിക്കുന്ന ആൾക്ക് ഏത് ജോലിയും വീട്ടിൽ കൊടുക്കുക. അപ്പൊ ആരും ജോലിയിലില്ല. അപ്പോ മഹാപൂർണയുടെ വീട്ടിൽ 6 വേഷത്തിൽ എന്ന് വെച്ചാൽ വേഷം മാറിപ്പോയിട്ട് കാഞ്ചീപുരം അറിയാത്ത വേഷത്തിൽ പോയിട്ട് അവിടെ തൊഴുത്തിൽ പണിയെടുക്കാൻ, അവിടുത്തെ പശുക്കളെ കഴുകാനും മഹാപൂർണയുടെ വീട്ടിൽ പാത്രം കഴുകാനൊക്കെ. അങ്ങനെ ഒരു ദിവസം മഹാപൂർണ എന്തോ മഴയത്ത് വന്നിട്ട് തൊഴുത്തിൽ വന്ന് നോക്കുമ്പോ കാഞ്ചീപൂർണ മഴയത്ത് നനഞ്ഞു വന്ന് ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പൊ കണ്ടുപിടിച്ചു ഇത് കാഞ്ചീപൂർണയല്ലേ, കാരണം കുളിക്കുള്ള വേഷം മാറുമല്ലോ. അപ്പൊ കണ്ടുപിടിച്ചു, അയ്യോ കാഞ്ചീപൂർണ പറഞ്ഞ് മഹാപൂർണ കാലിൽ വീണു. നിങ്ങളാണോ ഇത്രയും കാലം ഈ വീട്ടിൽ ചേർന്ന്? അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ജോലി പോയി ജോലി. അപ്പോ മഹാപൂർണ ഓടിപ്പോയിട്ട് കാഞ്ചീപൂർണ വരദരാജ പെരുമാൾ പറയാൻ, ഇങ്ങനെയാണ് കാഞ്ചീപൂർണ അവനെ വിളിക്ക് പ്രൊമോഷൻ തരാന്ന്. അങ്ങനെ പ്രൊമോഷൻ കിട്ടി. ഭക്തനെ സേവിച്ചപ്പം അപ്പൊ ഇനി എന്റെ സേവനം ചെയ്യാനായി. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഗോശാല സേവനം ചെയ്തു. അപ്പോ നമ്മൾ എപ്പോഴും ഭഗവാനെ സേവിക്കുന്ന ആൾക്കാർക്ക് ഭക്തന്മാരെ സേവനം ചെയ്താൽ ഭഗവാൻക്ക് വലിയ ഇഷ്ടമാണ്. ഇനി നാമസേവ. എന്താണ് നാമസേവ? ഭഗവാന്റെ നാമത്തിന് എങ്ങനെ സേവിക്കാം? അപരാധം കൂടാതെ ശ്രദ്ധയോടെ ചെയ്യുന്ന നാമസേവ. നാമജപമില്ലാതെ അതിനൊന്ന് തിരുത്താം. നാമസേവയാണ്. ചാൻഡിങ് ഈസ് നോട്ട് നാമജപം, നാമസേവയാണ്. നാമസേവ പറഞ്ഞെന്താണ്? അതായത് ഭാഗവതത്തില് 5-ാം സ്കന്ധത്തിൽ എഴുതിയിട്ടുണ്ടെന്തറിയോ, ഹെല്ലിഷ് പ്ലാനറ്റിനെ കുറിച്ച്. നരകം എങ്ങനെയായിരിക്കും, നരകത്തിൽ എന്തൊക്കെ പാപത്തിന് എന്തൊക്കെ ശിക്ഷ കിട്ടും എന്നുള്ള വർണ്ണനയാണ് 5-ാമത് സ്കന്ധത്തിലുള്ളത്. ആ വർണ്ണന, നരകത്തിന്റെ ക്രൂരമായ വർണ്ണനകൾ, ശിക്ഷകളെ വർണ്ണിച്ചതിന് ശേഷം 6-ാം സ്കന്ധത്തിൽ തുടങ്ങുന്ന അജാമിള മോക്ഷം. എന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇതൊക്കെ കേട്ട് പേടിച്ച് നരകത്തിനെ കണ്ട് വർണ്ണന കേട്ട് എന്തായാലും ഒരു പേടി ഉണ്ടാവും. ആ പേടി കഴിഞ്ഞിട്ട് നമുക്കൊരു സൂത്തിങ് പാം എന്ന് വെച്ചാൽ ഈ തൊക്കിൽ എന്തെങ്കിലും നീളുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മരുന്നിട്ട ഒരു സുഖം ഉണ്ടാവില്ല. അന്ന പോലെ ഈ വർണ്ണന കേട്ട് പേടിച്ചിരിക്കുന്ന മനസ്സിനൊരു ആശ്വാസം എന്താണ്? അജാമിള മോക്ഷം. നമുക്കൊരു ചാൻസ് ഉണ്ട് രക്ഷയ്ക്ക്. എങ്ങനെ? അജാമിള മോക്ഷം. ഇത്രയും മോശമായിട്ടുള്ള ആൾക്ക് നാമം ചൊല്ലിയാൽ മോക്ഷം കിട്ടുമെങ്കിൽ ശ്രദ്ധയോടെ ചെയ്താൽ ഉറപ്പായും കിട്ടില്ലേ എന്നുള്ളൊരു ആശ്വാസമാണ് അജാമിള നമുക്ക് കിട്ടുന്നത്. അപ്പോ എപ്പോഴും നാമസങ്കീർത്തനം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇതിലെ കൺക്ലൂഷൻ എന്താണ്? ഇന്നത്തെ വിഷയത്തില് ഈ 64-ൽ ഈ പഞ്ചാംഗം അല്ലെ, പഞ്ചാംഗ ഭക്തി വളരെ പ്രധാനമാണ്. 5 അംഗങ്ങള്. ഈ 5-ലും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു 2 ഏതൊക്കെയാണ്? അറ്റൻറ്റീവ് ചാൻഡിങ്, അറ്റൻറ്റീവ് ഡീലിംഗ് വിത്ത് ഡിവോട്ടീസ്. ഈ 5 ഏറ്റവും പ്രധാനം 2 കാര്യങ്ങളാണ്. ശ്രദ്ധയോടെ ജപിക്കണം എന്നുവെച്ചാൽ അത് ഇൻഅറ്റൻറ്റീവ് ചാൻഡിങ് ഇസ് മദർ ഓഫ് ഓൾ ദി ഒഫൻസസ്. ഈ 10 അപരാധം വായിച്ചതിന് ശേഷം നമ്മൾ വായിക്കുന്ന ലാസ്റ്റ് ഒരെണ്ണം എന്താണ്? അശ്രദ്ധമായ നാമജപം എല്ലാ പാപത്തിനും മൂലകാരണം. ഇപ്പൊ നാമം ജപിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ജപിക്കണം എന്നാ പറയുന്നത്. എങ്ങനെയാ? ഈ 16 വാക്കുകൾ നമ്മൾ കേൾക്കണം. അതാണ് ശ്രദ്ധ. ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ആലോചിച്ചിട്ട് ചെവിയിൽ ഈ 16 വാക്കുകൾ കൂടെ കേൾക്കാതെ ജപിക്കരുത്. അപ്പോ അറ്റൻറ്റീവ് ചാൻഡിങ്, നാമസേവ. അപ്പൊ അതിലെല്ലാം വരുമ്പോ വലിയ കാര്യങ്ങൾ അപരാധമില്ലാതെ നാമാഭാസമില്ലാതെ ശുദ്ധനാമൊക്കെ ഒരു വലിയ വിഷയമാണ്. അപ്പൊ ഇത് അറ്റൻറ്റീവ് ചാൻഡിങ്, ശ്രദ്ധയോടെ നാമം ജപിക്കുക. ആ സമയത്ത് വേറെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ജപിക്കുന്ന സമയത്ത് മറ്റൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത്.
പിന്നെ രണ്ടാമത് വേറൊരു സീരിയസ് കാര്യമാണ് അറ്റന്റീവ് ഡീലിംഗ് വിത്ത് ഡിവോട്ടീസ്. ഇത് വളരെ പ്രധാനമാണ്. അതായത് ഭക്തന്മാരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. ശ്രദ്ധയില്ലാതെ എത്ര പെരുമാറുന്നു. അവിടെ വേറെ പണിയില്ല. ഇപ്പൊ ഈ മാതാവിക്ക് വേറെ പണിയില്ല. ഇത് നമുക്ക് വലിയ പണിയുള്ള പോലെ ഇത് മറ്റു ഭക്തന്മാരെ കുറച്ച് കാണുകയും അവരോട് ഒരു ശ്രദ്ധയില്ലാതെ സംസാരിക്കുകയും നമ്മുടെ ഭക്തിക്ക് തുറന്നു വയ്ക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ. ഈ രണ്ടും ശ്രദ്ധിച്ചാൽ തന്നെ നാമവും ഭക്തന്മാരും നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നവരെ. നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. നമുക്ക് നമ്മൾ ഒരിക്കലും രക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷെ നാമവും ഭഗവാന്റെ നാമവും ഭഗവാന്റെ ഭക്തന്മാരും നമ്മളെ രക്ഷിക്കും. ഏത്? ഈ രണ്ട് കാര്യം ചെയ്താൽ മതി. ശ്രദ്ധയോടെ നാമം ജപിക്കലും ഭക്തന്മാരോട് ശ്രദ്ധയോട് പെരുമാറുന്നത്. നമ്മളത് ചെയ്യാറില്ലല്ലോ, ചെയ്യാറേ ഇല്ല. ഭക്തന്മാരോട് പെരുമാറുന്ന ഒരു ശ്രദ്ധയും ഉണ്ടാവാറില്ല. അപ്പോ ഇന്ന് അഡീഷണൽ പോയിന്റാണ് രണ്ട് കാര്യം. നാമം ശ്രദ്ധയോട് ജപിക്കുക. ഭക്തന്മാർ എത്ര ചെറിയ ഭക്തന്മാരായിക്കോട്ടെ, ഇന്ന് ആദ്യം വന്ന ഒരു ഭക്തനായിക്കോട്ടെ, അവരോട് നമ്മൾ ശ്രദ്ധയോടെ പെരുമാറണം. അശ്രദ്ധമായിട്ട് വർത്തമാനം പറയുക, അവർക്ക് ഇപ്പൊ എന്താ ഇന്ന് വന്ന ആൾക്ക് നമ്മൾ എത്ര വർഷമായി, ഈ ചിന്തയൊക്കെ വെടിഞ്ഞിട്ട് ചെറിയൊരു ഭക്തനെ പോലും ശ്രദ്ധയോടെ ഡീലിംഗ് ചെയ്യുക. അപ്പോ കനിഷ്ഠ ഭക്തന്മാരും മധ്യമ ഭക്തന്മാരും എല്ലാ ഭക്തന്മാരാണ്. അപ്പൊ എല്ലാവരോടും ശ്രദ്ധയോട് പെരുമാറിയാൽ ഭക്തന്മാരും നാമവും നമ്മൾ രക്ഷിക്കും. ഓക്കെ, ഇനി എന്താ ബാസ്കറ്റ് ബോൾ? കുട്ടികള് ആരെങ്കിലും പറയാമോ എന്താ ബാസ്കറ്റ് ബോൾ? ബാസ്കറ്റ്ബോൾ കളിച്ചാരാ പറഞ്ഞു? അതൊക്കെ ആദ്യം കൈപ്പൊക്കെ ഇപ്പൊ പൊക്കുന്നില്ല. ചോദ്യം വന്നാൽ പൊക്കില്ല. ബാസ്കറ്റ്ബോൾ കണ്ടത് എത്ര പേരുണ്ട്? ശ്രീമാർ പ്രഭു പറയും ഇതെന്താ ഇങ്ങനെ ഈ ടോപ്പിക്കിന് ഇതിനെന്താ ഒരു ബന്ധം? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എന്താവും? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. കൃഷ്ണ കർണാമൃതത്തില് ബിരുദമംഗല സ്വാമികള് എഴുതിയിട്ടുണ്ട്, ഭക്തി സ്ഥിരതരാ ഭഗവൻ യദിസ്യാത് ദേവേന ഫലതി ദിവ്യകിശോരമൂർത്തി മുക്തി സ്വയം മുകുളാഞ്ജലി സേവതി യസ്മാൻ ധർമാർത്ഥകാമകലയസ്മയ പ്രതീക്ഷ. അതായത് ബിരുദമംഗല സ്വാമി പറയുന്നുണ്ട്, ഭക്തി സ്ഥിരതര ഭഗവൻ ലഭിച്ചാൽ ദൈവേന ഫലതി ദിവ്യ കിശോരമൂർത്തി. കൃഷ്ണൻ കിശോരമൂർത്തിയാണ്. കിഷോർ പറഞ്ഞ എന്താ? യൗവനക്കാരൻ, എപ്പോഴും 16 വയസ്സ്. കിഷോർ പറഞ്ഞ 16. എന്നും 16 വയസ്സുകാരനാണ്. ഭഗവാൻ 125 വയസ്സ് വരെ ജീവിച്ചു. അപ്പോഴും മീശ കിളർത്തിട്ടില്ല ഭഗവാന്. എന്നുവെച്ചാൽ 16 വയസ്സ്. കിശോരമൂർത്തി 16, ഇന്നും 16 വയസ്സ് കിശോരമൂർത്തിനെ ദൈവേന ഫലതി ദിവ്യ. ഈ കിശോരമൂർത്തിനെ സേവിച്ച് ഭക്തനായ ഒരു വ്യക്തിക്ക് പറയാണ് മുക്തി സ്വയം. ഈ മുക്തി എന്ന് പറയുന്ന ഒരു പഞ്ചമ പുരുഷാർത്ഥങ്ങളുണ്ടല്ലോ. എന്താണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ഈ 4 ചതുർ പുരുഷാർത്ഥങ്ങളാണ്. ഈ ചതുർ പുരുഷാർത്ഥങ്ങളെല്ലാം എല്ലാവരും ഇത് വേണം, അത് വേണം, പൈസ വേണം, അത് വേണം, ഇത് വേണം പറഞ്ഞിട്ട് മുക്തി വേണം പറഞ്ഞിട്ട് നടക്കണം. പക്ഷേ ഈ പഞ്ചമ പുരുഷാർത്ഥമാണ് ഭക്തി. ഈ മുക്തി എന്ന് പറഞ്ഞ 4ാമത് പുരുഷാർത്ഥമാണ്. പഞ്ചമ പുരുഷാർത്ഥം പറഞ്ഞ ഭക്തിയാണ്. അപ്പോ ഭക്തി അല്ല, മുക്തി സ്വയം മുകുളാഞ്ജലി സേവദേശമാണ്. ഈ ഭക്തനെ ഈ മുക്തിക്ക് ധൈര്യമില്ല. എവിടെ? ഭക്തന്റെ വീട്ടിൽ കയറാൻ ധൈര്യമില്ല. ആർക്ക് ധൈര്യമില്ല? ആർക്ക് ധൈര്യമില്ല? മുക്തിക്ക് ധൈര്യമില്ല. ആരുടെ വീട്ടിൽ കയറാൻ?
ഭക്തന്റെ വീട്ടിൽ. കാരണം അത്രയും പേടിയാണ് ഒരു ഭക്തനെ കണ്ട. മുക്തി വാതിൽക്കൽ നിന്നുകൊണ്ട് തൊഴുത് നിൽക്കാനൊക്കെ ഭക്ത നിന്നെ സേവിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന്. മുക്തി സ്വയം മുകുന്ദാന്റെ ഒരു സേവ്യത്യാസമാണ്. നിന്നെ സേവിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടുമെന്ന് ആര് ചോദിക്കുന്നു? മുക്തി. അപ്പൊ ഇവിടെ ഭക്തിയാണ്, ഇവിടെ മുക്തിയാണ് പറ്റുന്നത്. ധർമാർത്ഥ കാമഗതയ സ്വയം. ധർമാർത്ഥ കാമങ്ങളെല്ലാം എവിടെ കിടക്കുന്നു? ഈ സഞ്ചാരം പുരുഷാർത്ഥങ്ങൾ അല്ലെ, ഇതെല്ലാം നമുക്ക് വലിയ കാര്യങ്ങളാണ്. സാധാരണക്കാർക്ക് മുക്തനാവണം. പക്ഷെ ഒരു ഭക്തന് ഒരിക്കലും മുക്തി വേണ്ടെന്നാ പറയുന്നത്. കാരണം അതെന്താണ്? കച്ചവട ഭക്തിയാണ്. മുക്തിയോടും കച്ചവട ഭക്തിയാണ്. അപ്പൊ കൃഷ്ണ കർണാമൃതത്തിൽ വിലുമംഗല സ്വാമി പറയാനാണ്, എന്തിനു മുക്തി? എന്റെ വാതിൽ വന്ന് നിൽക്കുന്നത് ആരെ സേവിക്കാം? എന്നെ സേവിക്കാം. ഭക്തനായാൽ ഇപ്പൊ വിലുമംഗല സ്വാമിയുടെ പടിക്കൽ വന്ന് നിൽക്കാൻ ആര്? മുക്തി. ഒരു ഭാഗ്യം തരും നിന്നെ സേവിക്കാൻ. നമ്മളെന്തിനു പറയാ പോണത്? ഈ മുക്തിക്ക് പറയും ആ ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തിയാമം വിജാനാതി ജാവന്യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. എന്നെ മേടിക്കാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ ഭക്തിയാമം വിജാനാതി, എന്നെ മേടിക്കാൻ ഭക്തി കൊണ്ട് വേണമെങ്കിൽ എന്നെ മേടിക്കാൻ പറ്റും. ഒന്നും കൊണ്ട് മുക്തനായി കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നാൽ ഞാൻ ചെറുപ്പത്തിൽ തിരിഞ്ഞ് നോക്കില്ല. കാരണം മുക്തനെ പോലെ എനിക്ക് എന്റെ പ്രയോറിറ്റി ലിസ്റ്റ് അവരൊന്നും വരുന്നില്ല. ഭഗവാന്റെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടല്ലോ, അതിലിവിടെ ആരും വരുന്നില്ല. മുക്തന്മാർ പോലും വരുന്നില്ല. ഭഗവാന്റെ പ്രയോറിറ്റി ലിസ്റ്റുള്ള ആകെ ഭക്തന്മാരുടെ ലിസ്റ്റാണ്. അപ്പോ എന്നെ മേടിക്കണോ? ആ ഭക്തി എന്ന് പറഞ്ഞ കറൻസി കൊണ്ടുവന്ന മേടിക്കാം. മുക്തി എന്ന് പറഞ്ഞ കറൻസി കൊണ്ടുവന്ന മേടിക്കാൻ പറ്റും. അപ്പോ ഭാഗവത്തില് ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട്, 11-ാം സ്കന്ധത്തിൽ 14-ാം അധ്യായത്തിൽ 21. ഭക്ത്യാഹം ഏകഗ്രാഹ്യം ശ്രദ്ധയാത്മാത്രിയ സദാം ഭക്തിൻ പുനാരി മാം നിഷ്ഠാം സ്വഭാഗാൻ അഭിസംഭവാത്. അതായത് ഒരു കളങ്കമില്ലാത്ത ഭക്തി ആർക്ക് എന്നോടുണ്ടോ, ഞാൻ അവരോട് പെട്ടെന്ന് ഞാൻ അവരുടെ ജീവിത ലക്ഷ്യം അവർ നേടിയെടുക്കും. അവനൊരു സ്വഭജനായിക്കോട്ടെ. സ്വഭജൻ പറഞ്ഞ എന്താ? നായ് മാംസം കഴിക്കുന്ന ചണ്ടാളനായാൽ പോലും എന്നെ പ്രാപിക്കാൻ അവനെ കൊണ്ട് സാധിക്കും. ഞാൻ ആരോട് പറയുന്നു? ബുദ്ധവരോട് പറയുന്നു. അപ്പം സ്വഭകാൻ എന്ന് പറഞ്ഞാൽ ചണ്ടാളന് പോലും പരിശുദ്ധ ഭക്തി ഉണ്ടോ, ഭക്തിഗ്രാഹ്യമുണ്ടോ, അവനക്ക് എന്നെ കിട്ടും. പണ്ഡിതന്മാർക്ക് പോലും എന്നെ കിട്ടത്തില്ല. അപ്പോ അവിടെയും പറയുന്നത് എന്താണ്? ഭക്തി. അപ്പൊ ഭക്തി ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ അവരടുത്ത് പോകും, അവരെന്റെ അടുത്ത് വരണ്ട. ആക്ച്വലി ഒരു ഭക്തൻ ഭഗവാനെ അന്വേഷിക്കേണ്ട ഭക്തനായാൽ മതി. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പുഷ്പത്തില് ഗന്ധമുണ്ടെങ്കിൽ വണ്ട് തന്നെ വരും. ഒരിക്കലും ഒരു പുഷ്പം വണ്ടിനെ അന്വേഷിച്ച് പോയിട്ടില്ല. ഒരു ഭക്തൻ ഭഗവാനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല, അല്ലേ? ആണോ? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നന്നായി ജപിച്ച് ഭക്തി ഉണ്ടായിട്ട് വൈകുന്നേരത്ത് പോകണം. ഈ പോക്കൊന്നും നടക്കില്ല. ഭഗവാൻ വന്ന് കൊണ്ടുപോകുന്ന പറയും, ഹി വിൽ കം ആൻഡ് ഡെലിവറി യു. നിങ്ങൾ ഭക്തരായാൽ മതി. ഏത് ദിക്കിലിരുന്നാലും ഭഗവാൻ കണ്ടുപിടിക്കും, ഈ ഭക്തൻ ഇവിടെയുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കുഗ്രാമത്തിലിരിക്കുന്ന എന്നെ ഇങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാൻ. ഭഗവാൻ അറിയില്ല നമ്മൾ എവിടെ ജനിച്ചിട്ടില്ലെന്ന്. ഈ ജീവാത്മക്ക് ഏത് ശരീരത്തിൽ ഏത് മൂലയ്ക്ക് ഏത് വീട്ടിലാ കിടന്നെന്ന് അറിയില്ല. സോ ഭഗവാൻ വരും എന്നാ പറയുന്നത്. നമ്മൾ പോകാൻ പറ്റില്ല. ഈ ശരീരം കൊണ്ട് ഒരു പത്തലി നടക്കാൻ പറ്റുന്നില്ല, എന്നിട്ടാണ് വൈകുന്നേരം പോകാൻ പോണത്, അല്ലേ? സോ ഡോണ്ട് ഗോ. എവിടെയും പോകരുത്. ഭഗവാൻ വരും. He will come. Krishna will come or he will send his devotees. അങ്ങനെ ആചാര്യൻ അയച്ചത്, കൃഷ്ണദൂതർ അയച്ചു.
ഇപ്പൊ വിഷ്ണുദൂതർ വന്നാലും കൃഷ്ണൻ വന്നാലും കണക്ക് ഒന്ന് തന്നെയാണ്. നമ്മളിനി ശാഠ്യം കഴിക്കുന്നതായിരിക്കുമ്പോ കൃഷ്ണൻ വന്നില്ല, വിഷ്ണുദൂതന്മാർ പറഞ്ഞു ഭഗവാനെ അയച്ചു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അറിയാം നമ്മളെ എങ്ങനെ രക്ഷിക്കണം. വിഷ്ണുദൂതന്മാരെ അയച്ച് രക്ഷിക്കണം, അല്ലെ ഭഗവാൻ പറഞ്ഞു വരുന്നുണ്ട് നേരിട്ട്, അല്ലെ ഗജേന്ദ്രന്റെ മോക്ഷത്തിൽ ഭഗവാൻ നേരിട്ട് വന്നു. ഭഗവാന്റെ ഇഷ്ടമാണ് ഏത് സമയത്ത് നേരിട്ട് വരണം, ആർക്ക് വരണം. സോ നമ്മള് ഭക്തരാവാന്നുള്ളത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, ബാക്കിയെല്ലാം ഭഗവാൻ ചെയ്യും. നമുക്കൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. സോ ഉദ്ധവരോട് പറയുന്നത് എന്താണ്, ഒരു ചണ്ടാളനെ പോലും ഭക്തനാകാൻ സാധിക്കും. ഭക്തി ഉണ്ടെങ്കിൽ ഞങ്ങളോട് പോകും. ശ്രദ്ധയാത്മാപ്രിയ, ശ്രദ്ധ വേണം, എന്നോട് വിശ്വാസം വേണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് കഴിഞ്ഞു. ഇപ്പോഴാണ് ബാസ്കറ്റ് ബോളിലേക്ക് വരുന്നത്. ഈ ബാസ്കറ്റ് ബോളില് കണ്ടവര് ശ്രീമാർക്ക് പറയൂ, ബാസ്കറ്റ് ബോൾ എങ്ങനെയാ കളിക്കുക? അല്ല, കൊടുക്കും. നിങ്ങൾ ഉത്തരം പറയില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇവിടെ ആർക്കും ഉത്തരം അറിയില്ല, അതുകൊണ്ടല്ലേ ടോപ്പിക് ഇങ്ങനെ ആക്കിയത്. എങ്ങനെ ബാസ്കറ്റ് ബോൾ കളിക്കുക? ടീമായിട്ടാണ് കളിക്കുക. ഒരാൾ തട്ടി അടുത്ത ആൾ കൊടുത്ത് അങ്ങനെ അങ്ങനെ കൊണ്ട് ബാസ്കറ്റില് അവസാനത്തെ ആൾ ബാസ്കറ്റിലിടും. പക്ഷെ ഇത് ഒറ്റയ്ക്കുള്ളൊരു കളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് 0 മാർക്ക് വേറെ ആരെങ്കിലും പറയും. നമ്മളെ ബാസ്കറ്റ് തട്ടി തട്ടി അവസാനം ലക്ഷ്യത്തിൽ തന്നെ വീഴണം. ശരി, നിങ്ങൾക്ക് മാർക്ക് 0. ഒരു ടീം വർക്കാണ്. എല്ലാവർക്കും സഹകരിച്ചിട്ട് ഒരാൾ കൈമാറി അത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളുടെ അടുത്തെത്തി അതിന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഒരാൾക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊരു ടീം വർക്ക് ഉണ്ടെങ്കിലും നമുക്ക് ലക്ഷ്യസ്ഥാനത്തിലെത്താമെന്നുള്ളതാണ്. ആദാജിമാരൊക്കെ എന്തെങ്കിലും മാർക്ക് കിട്ടോ നോക്കാം. ഉന്നം വേണം. ശരി, ഭക്തിയാകുന്ന ബോക്സിലേക്ക് ചാടാൻ ശ്രമിക്കുന്ന ബുദ്ധിയെയാണ് ഇവിടെ ബാസ്കറ്റ്ബോളായിട്ട് നമുക്ക് കാണുന്നത്. ഒന്ന് ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. അതായത് ജീവിതത്തിൽ ഇവിടെ കഷ്ടപ്പെട്ടവർ എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ച് ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് പല ആളുകളുടെ സഹായം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലക്ഷ്യം ആ ബാസ്കറ്റിനകത്തേക്ക് ചെന്നെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ എത്ര ആളുകളുടെ സഹായത്തോടുകൂടി ആ ബാസ്കറ്റിനകത്തേക്ക് ചാടുന്നു. ചാടിക്കുന്ന ബാസ്കറ്റ് ഉള്ളിൽ കൂടെ വന്നു വീണ്ടും അതിവിടേക്ക് പോകുന്നു. വീണ്ടും അടുത്ത ആർക്കും അറിയില്ലാന്ന് വിചാരിക്കണം. അല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയണം. പല വഴി ചിന്തിക്കാൻ ബുദ്ധിക്ക് വേണ്ടി പറയും. എന്തോ ശ്രമിക്കുന്നില്ല. ഓക്കെ, ആർക്കും അറിയില്ലല്ലോ. ചൊല്ലിടും എല്ലാവരും. എന്തായാലും അവസാനം ഇതില് വേണ്ട, സേഫ് ഡെപ്പോസിറ്റ് ആണെന്നാണ്. വേണ്ട, ആരും പറയണ്ട. അതായത് ഇതിലൊരു കാര്യം രഹസ്യം ഉണ്ടല്ലോ. ഇതില് 2 സ്ക്വയർ കണ്ടോ? ബോർഡാണ് വലുത്, വലിയ സ്ക്വയർ അല്ലേ ബ്ലാക്കില്, അതാണ് ബോർഡിന്റെ വലുപ്പം. നടുവിലൊരു സ്ക്വയർ കണ്ടോ? അല്ല, നിങ്ങൾ കണ്ടോ ഒരു ചെറിയ സ്ക്വയർ? അതിലേക്ക് ഇട്ടാലാണ് ബാസ്കറ്റിൽ വീഴുക, അല്ല ബാസ്കറ്റിൽ ഒരിക്കലും വെക്കുക. അതാണ് ആ ചെറിയ സ്ക്വയറാണ് ഭക്തി, നെറ്റാണ് മുക്തി. നിങ്ങൾ ആ ചെറിയ സ്ക്വയറിൽ കൃത്യമായി ഇട്ടാൽ തന്നെ ബാസ്കറ്റിൽ വീഴും. നിങ്ങൾ ഭക്തി കോൺസെൻട്രേറ്റ് മുക്തി വീഴും. അതാണ് മനസ്സിലായോ? ആ ചെറിയ സ്ക്വയറാണ് ഭക്തി. അവിടേക്ക് നിങ്ങൾ ഇല്ലാൻ പഠിക്കണം എന്നാ പറയുന്നത്.
അല്ലാതെ മോളില് ആ വൈറ്റില്ലേ സ്ക്വയർ, ആ വൈറ്റിൽ എവിടെ ഇട്ടാലും ബാസ്കറ്റിൽ വരില്ല, മനസ്സിലായി തെറ്റിപ്പോകും. അതാണ് ട്രെയിനിങ്. ആ ചെറിയ സ്ക്വയർ ഉണ്ടല്ലോ, അതാണ് ഭക്തി സ്ക്വയർ. അവിടേക്ക് നിങ്ങൾ കൃത്യമായി ഇട്ടാൽ അത് ബാസ്കറ്റിൽ വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഭക്തി, മുക്തിയും കിട്ടും. സോ നെറ്റാണ് മുക്തി, ചെറിയ സ്ക്വയറാണ് ഭക്തി. ഇപ്പൊ നിങ്ങൾ മുക്തി ഫോക്കസ് ചെയ്യണം, ഭക്തി ഫോക്കസ് ചെയ്യണം. ആ ചെറിയ സ്ക്വയറിൽ ഇടാൻ പഠിക്കലാണ് ആരുടെ ഡ്യൂട്ടി? കോച്ചിന്റെ ഡ്യൂട്ടി. അതാണ് നമ്മളെ ആ സ്ക്വയറിൽ ഇടാൻ പഠിപ്പിക്കും, അല്ല നെറ്റിലിടാൻ പഠിപ്പിക്കുക ഒരു കോച്ചും. ഇപ്പൊ മനസ്സിലായ ബാസ്കറ്റ് ബോള് ഇപ്പൊ ടോപ്പിക് റിലവന്റ് ആണോ? റിലവന്റ് ആണോ? എല്ലാ ആൾക്കാർക്ക് ഇപ്പോഴാണ് അങ്ങനെ ഒരു ചതി ഉണ്ടായിരുന്നു, ബാസ്കറ്റ് ബോൾ ഇങ്ങനെ ഒരു ചതി ഉണ്ടായിരുന്നു. സോ ഫോക്കസ് ഓൺ ഭക്തി, ball will fall on mukti. Okay, thank you. Hare Krishna. Shri Prabhupada ki Bhagwan Sangeet Thank you. ഹരേ കൃഷ്ണ. ബാസ്കറ്റ് ബോളിന്റെ നൂതന രഹസ്യം നമുക്ക് പ്രഭു വളരെ ലളിതമായി